എല്ലാവർക്കും SU മാത്സിലേക്ക് സ്വാഗതം. ഇന്ന് 8ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ലെസൺ, ഫസ്റ്റ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ബോർഡിന്റെ മുകളിൽ 4 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും 6 സെന്റിമീറ്റർ 4, 5, 6 സെന്റിമീറ്റേഴ്സ് വരുന്ന ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇതിന്റെ വ്യത്യസ്തമായ 6 രൂപങ്ങളിൽ ഒരു ട്രയാങ്കിളിനെ നമുക്ക് വരയ്ക്കാൻ കഴിയും എന്ന് ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 4 സെന്റിമീറ്റർ ബേസ് വരുന്ന 2 ചിത്രം വരയ്ക്കാം. 4, 5, 6. ഇവിടെ 4, 6 ഇപ്പുറത്തെ ഭാഗത്ത്, 5 ഇപ്പുറത്തെ ഭാഗത്ത്. അതുപോലെ 5 സെന്റിമീറ്റർ ബേസ് ആയെടുത്ത് അതിനെ 2 രൂപത്തിൽ വരയ്ക്കാം. 5, 4, 6 എന്നും വരയ്ക്കാം. 5, 6, 4 എന്നും വരയ്ക്കാം. 6 ബേസ് ആയിട്ട് എടുത്ത് 2 രൂപത്തിൽ വരയ്ക്കാം. 6, 4, 5, 6, 5, 4. ഇപ്പോൾ 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ വരുന്ന ട്രയാങ്കിളിനെ 6 രൂപത്തിൽ നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി ഇതേ അളവുള്ള മറ്റൊരു ട്രയാങ്കിൾ ഞാൻ ഒരു കടലാസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ ട്രയാങ്കിളിനെ നമ്മൾ ഈ വരച്ചിരിക്കുന്ന ട്രയാങ്കിളിന്റെ മുകളിൽ വെക്കുക. ആദ്യം ഒന്നാമത്തെ ട്രയാങ്കിളിനെ ഒന്നാമത്തെ ട്രയാങ്കിളിലും രണ്ടാമത്തെ ട്രയാങ്കിളും ചേർത്ത് വെക്കുന്നു. ഇവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത് 4 സെന്റിമീറ്റർ സൈഡ് 4 സെന്റിമീറ്ററിന്റെ മുകളിലും 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്ററിന്റെ മുകളിലും 5 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ സൈഡിന്റെ മുകളിലും ചേർത്ത് വെച്ചപ്പോൾ കൃത്യമായി ഈ ചിത്രം, രണ്ടാമത്തെ ചിത്രം, നമ്മൾ കടലാസിൽ വെട്ടിയെടുത്ത ചിത്രം ഈ ബോർഡിന്റെ മുകളിൽ വരച്ചിരിക്കുന്ന ചിത്രത്തിൽ കൃത്യമായി കോയിൻസൈഡ് ചെയ്യുന്നതായി അഥവാ ചേർന്ന് നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതേസമയം ഈ വശങ്ങൾ തുല്യമല്ലാതെ വെച്ചാലോ 4 സെന്റിമീറ്ററിന്റെ മുകളിൽ 5 സെന്റിമീറ്റർ വെക്കുന്ന സമയത്ത് ഈ ചിത്രങ്ങൾ ചേർന്ന് നിൽക്കുന്നില്ല എന്ന് കാണാം. ഇനി ഇതേ ചിത്രം തന്നെ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ 6 സെന്റിമീറ്ററിന് മുകളിൽ വെക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് 4 സെന്റിമീറ്ററിന്റെ മുകളിൽ 4 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററിന്റെ മുകളിൽ 5 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററിന്റെ മുകളിൽ 6 സെന്റിമീറ്ററും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചിത്രങ്ങൾ രണ്ടും കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നതായി, ചേർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി മൂന്നാമത്തെ ചിത്രത്തിൽ 5 സെന്റിമീറ്റർ ബേസ് എടുത്ത് വെക്കുന്നു. 5, 4, 6. അപ്പോൾ നമുക്ക് കാണാം ഈ 3 ചിത്രങ്ങളും ചേർന്ന് നിൽക്കുന്നത്, ഈ 2 ചിത്രങ്ങളും ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണാം. ഒരേ അളവുകളുള്ള വശങ്ങളാണ് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഇതേ ചിത്രത്തിനെ ഇപ്പുറത്ത് 4, 5, 6 ഇതിന്റെ മുകളിൽ ചേർത്ത് വെക്കുമ്പോഴും ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണാം. ഇനി 6 സെന്റിമീറ്റർ ബേസ് വരുന്ന 6 സെന്റിമീറ്റർ ബേസ് ആയിട്ട് വരുമ്പോഴും ഇത് 6 സെന്റിമീറ്റർ മുകളിൽ 6ഉം 4ഉം 5ഉമായിട്ട് വരുന്ന രൂപത്തിൽ വെക്കുമ്പോൾ ഇപ്പോഴും വശങ്ങൾ ഒരേ അളവുള്ള വശങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ അത് ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണാം. ഇനി ഇവിടെയും 6, 4, 5 അളവുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം ഇവ ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പൊ നമ്മളിവിടെ കണ്ടത് 2 ത്രികോണങ്ങൾ, ഒരേ വശങ്ങളുള്ള വശങ്ങളുടെ അളവുകൾ തുല്യമായിട്ടുള്ള 2 ത്രികോണങ്ങളെ വശങ്ങളുടെ നീളങ്ങൾ ചേർത്ത് വെച്ചാൽ അവയുടെ വശങ്ങൾ ചേർന്ന് നിൽക്കുന്നതോടൊപ്പം തന്നെ അവയുടെ കോണുകളും ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണാം. അതായത് രണ്ടും കോയിൻസൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വശങ്ങളുടെ അളവുകളും തുല്യമാണ്, വശങ്ങളും ചേർന്ന് നിൽക്കുന്നു, അതോടൊപ്പം തന്നെ അവയുടെ കോണുകളും തുല്യമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയും. കോണുകൾ തുല്യമായത് കൊണ്ടാണ് ഇവ ഇങ്ങനെ ഒന്ന് മറ്റൊന്നിന്റെ മുകളിൽ ചേർന്ന് നിൽക്കുന്നത്. ഈ പറഞ്ഞതിന്റെ അർത്ഥം രണ്ട് ട്രയാങ്കിൾ അവയുടെ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അവയുടെ ആംഗിളുകളും ഈക്വൽ ആണ്. 3 സൈഡും തുല്യമായിട്ടുള്ള 2 ട്രയാങ്കിൾസ് ഉണ്ടെങ്കിൽ അവയുടെ സൈഡ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ അവയുടെ 3 ആംഗിളും ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഈ 2 ചിത്രങ്ങളും ഇങ്ങനെ ഒന്ന് മറ്റൊന്നിന്റെ മുകളിൽ കൃത്യമായി ചേർത്ത് വെക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 വശങ്ങൾക്കും തുല്യമാണെങ്കിൽ ആ 2 ത്രികോണങ്ങളുടെയും കോണുകളുടെ അളവുകളും തുല്യമായിരിക്കും എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടിട്ടുള്ളത്. That is, if the sides of a triangle are equal to the sides of another triangle, then the angles of the triangles are also equal. Sides equal ആണെങ്കിൽ 3 സൈഡും ഒരു ത്രികോണത്തിന്റെ 3 സൈഡുകൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 സൈഡുകൾക്കും തുല്യമാണെങ്കിൽ അവയുടെ കോണുകളും തുല്യമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി
ഏത് കോണുകളാണ് തുല്യമാകുന്നത്? അപ്പൊ നമുക്ക് ഈ ചിത്രത്തിനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാണല്ലോ ചിത്രം, കോയിൻസൈഡ് ചെയ്യുന്ന രൂപയിലാണ്. നമുക്കറിയാം 6 സെന്റിമീറ്ററിന്റെ മുകളിൽ 6 സെന്റിമീറ്റർ ആണ് ചേർന്ന് നിൽക്കുന്നത്, ഒരേ സൈഡ്സ് ആണ് ചേർന്ന് നിൽക്കുന്നത്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ഉള്ള ഈ വശത്തുള്ള ഈ രണ്ട് ആംഗിൾ, അപ്പൊ നമ്മൾ എ ബി സി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഈ ആംഗിൾ എ, ഇത് നമുക്ക് പി ക്യു ആർ എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ആംഗിൾ പിയും ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണാം. ഈ 6 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഈ ട്രയാംഗിളിന്റെ വലിയ സൈഡാണ്, ലാർജസ്റ്റ് സൈഡ്. അപ്പൊ ലാർജസ്റ്റ് സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ രണ്ടും ഈക്വൽ ആയിരിക്കും. 6 സെന്റിമീറ്റർ ഇതിന്റെ ഓപ്പോസിറ്റ് ഈ ആംഗിളും ഇതിൽ ലാർജസ്റ്റ് സൈഡായ ബി സിയുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആംഗിൾ. അപ്പൊ ലാർജസ്റ്റ് സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ ആണ്. അതുപോലെ ഇത് ലീസ്റ്റ് സൈഡ് ആണ് അഥവാ ലോവസ്റ്റ് സൈഡ് ആണ്, സ്മോളസ്റ്റ് സൈഡ് ആണ് എ ബി. എ ബിയുടെ മുകളിൽ ഈ ട്രയാംഗിളിന്റെ സ്മോളസ്റ്റ് സൈഡ് ആണ് നമ്മൾ ചേർത്ത് വെച്ചത് 4 സെന്റിമീറ്റർ. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ആംഗിൾ സിയും ഇതിന്റെ ചേർത്ത് ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പം ഈ സ്മോളസ്റ്റ് സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് രണ്ടും ഈക്വൽ ആണ്. അതുപോലെ മീഡിയം സൈസ്ഡ് സൈഡ് ആണ് 5 സെന്റിമീറ്റർ. ഒന്ന് ഇത് മീഡിയം സൈസ്ഡ് സൈഡ്, അതിന്റെ ഓപ്പോസിറ്റുള്ള മീഡിയം സൈസ്ഡ് ആംഗിൾസ് രണ്ടും ഈക്വൽ ആണ്. അപ്പോ രണ്ട് ട്രയാംഗിളിന്റെ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അവയുടെ ആംഗിളും ഈക്വൽ ആണ് എന്ന് നമ്മൾ കണ്ടു. ഏത് ആംഗിൾ ആണ് ഈക്വൽ ആവുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ലാർജസ്റ്റ് സൈഡിന്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുപോലെ സ്മോളസ്റ്റ് സൈഡിന്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസ് രണ്ടും ഈക്വൽ ആയിരിക്കും. അതുപോലെ മീഡിയം സൈസ്ഡ് സൈഡിന്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ രണ്ടും ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ സൈഡ് നോക്കിയിട്ടാണ് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് നമ്മൾ തീരുമാനിക്കുന്നത്. ബോർഡിന് മുകളിൽ രണ്ട് ട്രയാംഗിൾസ് വരച്ചിട്ടുണ്ട്. ഒരു ട്രയാംഗിൾ എ ബി സി, മറ്റൊന്ന് പി ക്യു ആർ. രണ്ട് ട്രയാംഗിളും പരിശോധിച്ചാൽ രണ്ടിന്റെയും സൈഡ്സ് 3 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ ആണ്. 3 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ. രണ്ട് ട്രയാംഗിളിന്റെയും 3 സൈഡുകളും ഈക്വൽ ആയതുകൊണ്ട്, സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ആംഗിളും ഈക്വൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഏതെല്ലാം ആംഗിളുകളാണ് ഈക്വൽ ആവുക? അപ്പൊ നമ്മൾ നോക്കേണ്ടത് വലിയ സൈഡ് ബി സിയുടെ വലിയ സൈഡ് ബി സി, എ ബി സി ട്രയാംഗിളിന്റെ വലിയ സൈഡ് ബി സി ആണ്. അപ്പൊ ബി സിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ അത് ആംഗിൾ എ ആണ്. ബി സിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എ ആണ്. ആംഗിൾ എയും ഈ ബി സിക്ക് തുല്യമായി പി ക്യു ആറുള്ള വശം 6 സെന്റിമീറ്റർ വരുന്നത് പി ക്യു ആണ്. അപ്പൊ ബി സി എന്ന് പറയുന്ന സൈഡും പി ക്യു എന്ന് പറയുന്ന സൈഡുമാണ് ലെങ്ത് ഈക്വൽ. അതുകൊണ്ട് തന്നെ ബി സിയുടെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എയും പി ക്യുവിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആറും ഈക്വൽ ആയിരിക്കും. ഇങ്ങനെയാണ് തുല്യമായ, അതായത് ഈക്വൽ ട്രയാംഗിൾസിന്റെ ആംഗിളുകൾ ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഈക്വൽ ആവുക. ഇവിടെ ബി സി 6 സെന്റിമീറ്റർ ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളായ ആംഗിളെയും പി ക്യു ആറിന് 6 സെന്റിമീറ്റർ വരുന്ന പി ക്യുവിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആറും ഈക്വൽ ആയി. അതുപോലെ 5 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ബിയും, ആംഗിൾ ബി ഇവിടെ 5 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ പിക്ക് ഈക്വൽ ആയി. അതുപോലെ 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ സിയും ഈ ചിത്രത്തിൽ 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ക്യൂവും ഈക്വൽ ആയി. ഇതാണ് നമ്മൾ പറഞ്ഞത്, തുല്യമായ വശങ്ങൾക്ക് ഓപ്പോസിറ്റ് വരുന്ന, അതിന് എതിര് വരുന്ന കോണുകൾ അഥവാ ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഒരു ട്രയാംഗിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. 6 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും. ഇതിനെ ഞാൻ സൈഡ്സ് മാറ്റി താഴേക്ക് വരയ്ക്കുന്നു. അതായത് 4 സെന്റിമീറ്റർ ഇവിടെ വരയ്ക്കുന്നു, 5 സെന്റിമീറ്റർ അവിടെ വരയ്ക്കുന്നു. 4 സെന്റിമീറ്ററിനെ ഇവിടെ വരച്ചു, 5 സെന്റിമീറ്ററിനെ ഇവിടേക്ക് വരച്ചത് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഇത് 4 സെന്റിമീറ്റർ, ഇത് 5 സെന്റിമീറ്റർ. ഇതിനെ ഒന്ന് സൈഡ്സ് മാറ്റി താഴേക്ക് വരച്ചു. അപ്പൊ ഇവിടെ രണ്ട് ട്രയാംഗിൾ ഉണ്ടായിട്ടുണ്ട്, എ ബി സിയും എ ഡി സിയും. രണ്ട് ട്രയാംഗിൾ പരിശോധിച്ചാൽ എ ബി സി എന്ന ട്രയാംഗിളിന്റെ 3 സൈഡ് 5 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ. എ ഡി സി എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ സൈഡ്സും 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ. രണ്ട് ട്രയാംഗിളിന്റെയും സൈഡ്സ് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും ഈക്വൽ ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചു.
അപ്പൊ 5 സെന്റിമീറ്ററിന്റെ എ ബി സിയിലെ എ ബി എന്ന് പറയുന്ന സൈഡ് 5 സെന്റിമീറ്റർ, അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എ സി ബി എന്ന് പറയുന്ന ഈ ആംഗിളും താഴെയുള്ള എ ഡി സിയിലെ 5 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ സി എ ഡി എന്ന് പറയുന്ന ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഏതെല്ലാം ആംഗിൾ എന്ന് വെച്ചാൽ ഒന്ന് ആംഗിൾ എ സി ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി എ സി ഓർ സി എ ഡി എന്ന് കിട്ടും. ആംഗിൾ എ ബി, ആംഗിൾ എ സി ബിയും ആംഗിൾ ഡി എ സിയും അല്ലെങ്കിൽ സി എ ഡിയും ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 7ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ രണ്ട് ആംഗിളുകൾക്കും നമ്മൾ പറഞ്ഞത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്നാണ് പറയാം. ഈ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എ ഡിയും ബി സിയും, എ ഡി എന്ന് പറയുന്ന സൈഡും ബി സി എന്ന് പറയുന്ന സൈഡും പാരലൽ സൈഡ്സ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം. ഓൾട്ടർനേറ്റ് ആംഗിൾ ഈക്വൽ ആവുന്നു എന്ന് പറഞ്ഞാൽ ആ ഓൾട്ടർനേറ്റ് ആംഗിൾ വരുന്ന സൈഡ്സ് എ ഡിയും ബി സിയും പാരലൽ ലൈൻ ആണ് എന്ന് അവിടുന്ന് കിട്ടും. 7th സ്റ്റാൻഡേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം 4 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ബി എ സിയും ആംഗിൾ ബി എ സിയും ആംഗിൾ ബി എ സിയും ഇതിൽ 4 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആംഗിൾ എ സി ഡി ഈ രണ്ട് ആംഗിളും ഈക്വൽ. 4 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഈ ആംഗിൾ ബി എ സിയും ഇതിൽ 4 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എ സി ഡി ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. അതിനർത്ഥം നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് ലൈനും ഈ രണ്ട് ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് എ ബിയും സി ഡിയും പാരലൽ ആണ് എന്ന് കിട്ടും. ഈ ചിത്രത്തിൽ നിന്ന് ഈ പറഞ്ഞ കണ്ടീഷൻസ് അനുസരിച്ച് എ ഡിയും ബി സിയും പാരലൽ ആണ് എന്ന് കിട്ടി. അതുപോലെ എ ബിയും സി ഡിയും, എ ഡിയും ബി സിയും, അതുപോലെ എ ബിയും സി ഡിയും. ഇതിന്റെ അർത്ഥം എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്, 4 സൈഡഡ് ഫിഗർ ആണ്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണെന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം ആണ് അഥവാ സാമാന്തരികമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 7th സ്റ്റാൻഡേർഡില് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയി വരുന്ന ക്വാഡ്രിലാറ്ററലിനെ പാരലലോഗ്രാം എന്ന പേര് കൊടുത്താണ് നമ്മൾ വിളിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് 11ാമത്തെ പേജിൽ വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കാണാം. ഒന്നാമത്തെ ചോദ്യം, ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാംഗിൾസ് ബിലോ ഫൈൻഡ് ഓൾ പെയർസ് ഓഫ് മാച്ചിങ് ആംഗിൾസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിന്റെ മുകളിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ മാച്ചിങ് ആയിട്ട് വരുന്ന ആംഗിൾസ് എഴുതുകയാണ് വേണ്ടത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു 4, 5, 6 ഇതും 4, 5, 6 സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് രണ്ട് ട്രയാംഗിളിന്റെയും ആംഗിൾസും ഈക്വൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടും ഈക്വൽ ട്രയാംഗിൾസ് ആണ്. അപ്പോ 4 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ബിയും ഈ ട്രയാംഗിളിൽ 4 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ പിയും ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് ഈക്വൽ ആവുക എന്ന് നമ്മൾ പറഞ്ഞു. 5 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എയും ഈ ചിത്രത്തിൽ 5 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആറും ഈക്വൽ ആയിരിക്കും. ഇവിടെ 6 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ സിയും ഈ ചിത്രത്തിൽ 6 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ക്യൂവും ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് എഴുതാൻ പറയും. ഈക്വൽ ആംഗിളുകളാണ് എഴുതാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഒന്നാമത്തേതിന്റെ രണ്ടാമത്തെ ചോദ്യം, രണ്ട് ട്രയാംഗിൾ തന്നിട്ടുണ്ട് 4, 8, 10 സെന്റിമീറ്റർ. ഇവിടെയും XYZ 4, 8, 10 സെന്റിമീറ്റർ. ഈക്വൽ ആംഗിൾ എഴുതാനാണ്. നമുക്കറിയാം ആദ്യം LN 4 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എമ്മും ഇതിൽ 4 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ സെഡും ഈക്വൽ ആയിരിക്കും ആംഗിൾ സെഡ്. അപ്പം ഒരു പേര് ആംഗിൾ എം ഇസ് ഈക്വൽ ടു ആംഗിൾ സെഡ് എന്ന് കിട്ടും. ഇനി 8 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്നും ആംഗിൾ എൻ ഇസ് ഈക്വൽ ടു 8 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എക്സ് ഈക്വൽ ആയിരിക്കും. 10 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എൽ
ഈക്വൽ ടു 10 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ y. ഈ മൂന്ന് ആംഗിൾ, ആംഗിൾ M is equal to ആംഗിൾ Z, ആംഗിൾ N is equal to ആംഗിൾ X, ആംഗിൾ L is equal to ആംഗിൾ Y എന്ന് കിട്ടും. രണ്ടാമത്തെ ചോദ്യം, രണ്ട് ട്രയാംഗിൾ എ ബി സിയും പി ക്യു ആറും തന്നിട്ടുണ്ട്. അതിൽ ആംഗിൾ എ 40 ആണെന്നും ആംഗിൾ ബി 60 ആണെന്നും തന്നിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ വേർഡ് സൈഡ് എ ബി ഈസ് ഈക്വൽ ടു ക്യു ആർ. എ ബി എന്ന് പറയുന്ന വശവും ക്യു ആർ എന്ന് പറയുന്ന വശവും ഈക്വൽ ആണ്. ബി സി എന്ന് പറയുന്ന വശവും ആർ പി എന്ന് പറയുന്ന വശവും ഈക്വൽ ആണ്. അതുപോലെ സി എ എന്ന് പറയുന്ന വശവും പി ക്യു എന്ന് പറയുന്ന വശവും ഈക്വൽ ആണ് എന്ന് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. നമ്മൾ ചെയ്യേണ്ടത് കമ്പ്യൂട്ട് ആംഗിൾ സി ഓഫ് ആംഗിൾ ട്രയാംഗിൾ എ ബി സി ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ പി ക്യു ആർ. ആംഗിൾ സി കമ്പ്യൂട്ട് ചെയ്യണം. ആംഗിൾ സി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം, ഒരു ട്രയാംഗിളിന്റെ എ ബി സി എന്ന ഏതൊരു ട്രയാംഗിൾ ആണെങ്കിലും ഒരു ട്രയാംഗിളിന്റെ 3 ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 ആണ് ആൻസർ കിട്ടുക എന്ന് 7th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എ 40 ആണെന്നും ബി 60 ആണെന്നും കിട്ടി. അപ്പൊ 40യും 60യും ആംഗിൾ എയും ആംഗിൾ ബിയും കൂടെ കൂട്ടിയാൽ 40 + 60 is equal to 100 ഡിഗ്രി എന്ന് കിട്ടും. Therefore, ആംഗിൾ സി എത്രയായിരിക്കും? ആകെ ടോട്ടൽ 180 ആണ്. മറ്റത് എയും ബിയും കൂടെ കൂട്ടിയാൽ 100 ആണ്. അപ്പൊ മൂന്നാമത്തത് 180 - 100 is equal to 80 ഡിഗ്രി എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഒരു ട്രയാംഗിളിന്റെ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി അഥവാ 180 ഡിഗ്രി ആയിരിക്കും എന്ന് 7th നമ്മൾ പഠിച്ച കാര്യമാണ് ഉപയോഗിച്ചത്. 2 ആംഗിൾ തന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ആംഗിൾ സി 80 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ രണ്ടാമത്തെ പി ക്യു ആറിന്റെ 3 ആംഗിൾ കണ്ടുപിടിക്കണം. അത് തന്നിരിക്കുന്നത് എ ബിയും ക്യു ആറും ഈക്വൽ ആണ്. എ ബിയും ക്യു ആറും ഈക്വൽ ആണ്. അപ്പൊ എ ബിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ സിയും ക്യു ആറിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ പിയും ഈക്വൽ ആയിരിക്കും. അപ്പൊ ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ പി. ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ പി. അതായത് എ ബിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ സിയും അതിന് തുല്യമായി പി ക്യു ആറിന് വരുന്ന ക്യു ആറിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ പിയും ഈക്വൽ ആയിരിക്കും എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ സൈഡ് ബി സിയും പി ആറും ഈക്വൽ ആണ്. അപ്പൊ ബി സിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എയും അതിന് തുല്യമായി വരുന്ന പി ആറിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ക്യൂ ഈക്വൽ ആയിരിക്കും. ആംഗിൾ എയും ആംഗിൾ ക്യൂവും ഈക്വൽ ആയിരിക്കും എന്ന് കിട്ടും. ഇനി എ സിയും സി എയും പി ക്യൂവും തുല്യമാണ്. അപ്പൊ സി എക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ബിയും അതുപോലെ പി ക്യൂവിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആറും ഈക്വൽ ആയിരിക്കും എന്ന് കിട്ടും. അപ്പൊ ഇവിടെ സി എന്ന് പറയുന്ന ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ എ ബി സിയിലെ ആംഗിളിന് ഈക്വൽ ആയിട്ട് പി ക്യു ആറിന് വരുന്ന ആംഗിളും നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടത്. ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ പി ഇസ് ഈക്വൽ ടു ആംഗിൾ സി 80 ആയതുകൊണ്ട് ആംഗിൾ പി 80 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ എ 40 ആണ്. അപ്പൊ ആംഗിൾ ക്യൂവും 40 ആണ്. അപ്പോൾ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി. ആംഗിൾ ബി 60 ആണ്. അതിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ആർ ആണ്. അപ്പൊ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, രണ്ട് ട്രയാംഗിൾ എ ബി സിയും പി ക്യു ആറും അതിന്റെ സൈഡ്സ് തന്നിട്ടുണ്ട്. എ ബി സിക്കൽ ടു ക്യു ആർ, ബി സി സിക്കൽ ടു പി ക്യു, സി എ സിക്കൽ ടു ആർ പി. അതുപോലെ ആംഗിൾ എ സിക്കൽ ടു 60, ആംഗിൾ ക്യു സിക്കൽ ടു 70. ഇത്രയും കാര്യങ്ങളാണ് തന്നത്. അപ്പൊ എ ബി സിക്കൽ ടു ക്യു ആർ. അപ്പൊ എ ബി ഒരു ലൈനോട് സൂചിപ്പിക്കുന്നു. എ ബിക്ക് ഈക്വൽ ആയിട്ടുള്ളത് ക്യു ആർ. ക്യു ആറിനെ നമുക്ക് ഒരു ലൈൻ കൊണ്ട് സൂചിപ്പിക്കും, ഒരു വര വരയ്ക്കും. ബി സി രണ്ട് ലൈൻ, പി ക്യു നമുക്ക് ഒരേ വശങ്ങൾ ഒരേ അടയാളം കൊണ്ട് സൂചിപ്പിക്കുന്നു. സി എ എന്ന് പറയുന്നത് തേർഡ്, ആർ പി അത് മൂന്നും ഒരേ 3 വരകളെ കൊണ്ട് സൂചിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ അടയാളം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ചോദ്യതാണ് കമ്പ്യൂട്ട് ദി റിമൈനിങ് ആംഗിൾസ് ഓഫ് ബോത്ത് ട്രയാംഗിൾസ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഈ ഒന്നാമത്തെ എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിളിൽ നമ്മൾ അടയാളം 2 വര കൊണ്ട് അടയാളപ്പെടുത്തിയ ബി സി. ബി സിക്ക് ഓപ്പോസിറ്റ് 60 ഡിഗ്രി ആയതുകൊണ്ട് അതിന് ഈക്വൽ ആയ സൈഡാണ് പി ക്യു. അതിന് ഓപ്പോസിറ്റ് ആറും 60 ഡിഗ്രി ആയിരിക്കും. അപ്പോ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ എന്നുള്ളത് 60 ആണ്.
ഇനി ഇവിടെ എ ബി ഇനി ഇവിടെ തന്നിരിക്കുന്നു 70 ഡിഗ്രി. 3 വര കൊണ്ട് നമ്മൾ അടയാളപ്പെടുത്തി പി ആറിന് ഓപ്പോസിറ്റ് 70 ആണ്. അപ്പൊ ഇവിടെയും നമ്മൾ അതിന് ഈക്വൽ ആയിട്ടുള്ള സൈഡ് എ സി ആണ്, അതിന് ഓപ്പോസിറ്റ് ഉള്ളതും 70 ഡിഗ്രി. അപ്പം ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി എന്നുണ്ട്. അപ്പൊ ഇനി സ്വാഭാവികമായിട്ടും മൂന്നാമത്തത് ഇത് 60യും ഇത് 70യും ആയതുകൊണ്ട് 130 ആണ്, 130 ഡിഗ്രിയാണ്. അപ്പൊ ബാക്കി നമുക്കറിയാം 180 ആണ് ടോട്ടൽ. അപ്പൊ ഇത് 50 ഡിഗ്രി ആണ്. മൂന്നും കൂടെ 180 കിട്ടണം. അപ്പൊ ഇത് 50 ഡിഗ്രി. അപ്പൊ ഒരു സൈഡ് ഒരു വര വരച്ചത് നോക്കുക, സി ആംഗിൾ സിയും ആംഗിൾ പിയും ഈക്വൽ. ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ പി. ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 70 ഡിഗ്രി. ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ പി ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും എ സിയും ബി സിയും. രണ്ട് ട്രയാങ്കിൾ ആണ്, നേരത്തെ പറഞ്ഞ പോലെ എ ഡിയും ഡി ബിയും 6ഉം 8ഉം ആണ്. ചോദ്യം ഇതാണ്, ആർ ദി ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ബി ഡി ഈക്വൽ ഇൻ ദി ഫിഗർ അബോവ്. എ ബി സി ട്രയാങ്കിളും ഈ ഫിഗറിൽ വരുന്ന എ ബി സി ട്രയാങ്കിളും എ ബി ഡി ട്രയാങ്കിളും ഈക്വൽ ആണോ, എന്തുകൊണ്ടെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ട്രയാങ്കിൾ ഈക്വൽ ആവുന്നത് നമ്മളൊരു 3 സൈഡും ഈക്വൽ ആണെങ്കിൽ ട്രയാങ്കിൾസ് ഈക്വൽ ആണ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ 2 സൈഡ് ഈക്വൽ ആണ്, 8ഉം 6ഉം 8ഉം 6ഉം. തേർഡ് സൈഡ് എന്താണ്, എ ബി തന്നെ. 2 ട്രയാങ്കിളിന്റെയും ഒരു സൈഡ് എ ബി ആണ്. 2 ട്രയാങ്കിളിലും ഒരു കോമൺ സൈഡ് ഉണ്ട്, അത് എ ബി ആണ്. അപ്പൊ എ ബി രണ്ടിന്റെയും ഒരു സൈഡ് എ ബി ആണ്, മറ്റു 2 സൈഡും ഈക്വൽ ആണ്. അപ്പം ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ 3 സൈഡും രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ 3 സൈഡിനും ഈക്വൽ ആയതുകൊണ്ട് ആ 2 ട്രയാങ്കിളും ഈക്വൽ ആണ്. മാത്രമല്ല അവയുടെ ആംഗിളുകളും തുല്യമായ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകളും ഈക്വൽ ആണ് എന്ന് കാണാം. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇത് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഷണ്ടില്ല. ഇത് ക്വാഡ്രിലാറ്ററൽ ആണ്. എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. അതിൽ എ ബി ഇസ് ഈക്വൽ ടു എ ഡി ആണ്. അപ്പൊ തരുമ്പോൾ തന്നെ നമ്മൾ ആ വശങ്ങൾ അടയാളപ്പെടുത്താം. എ ബി ഇസ് ഈക്വൽ ടു എ ഡി. അതുപോലെ ബി സി ഇസ് ഈക്വൽ ടു സി ഡി. ഈ 2 വശങ്ങളും ഈക്വൽ ആണ്. ഈ 2 വശങ്ങളും ഈക്വൽ ആണ് എന്ന് തന്നിട്ടുണ്ട്. മാത്രമല്ല 2 ആംഗിളും തന്നിട്ടുണ്ട്. ആംഗിൾ ഡി എ സി, ആംഗിൾ ഡി എ സി 30 ഡിഗ്രിയും ആംഗിൾ ബി സി എ ഓർ എ സി ബി 50 ഡിഗ്രിയുമാണെന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, കമ്പ്യൂട്ട് ഓൾ ദി ആംഗിൾസ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ. കമ്പ്യൂട്ട് ഓൾ ദി ആംഗിൾസ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. എ ബിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 50 ആയതുകൊണ്ട് എ ഡിക്ക് ഓപ്പോസിറ്റ് ഉള്ളതും 50 ആയിരിക്കും. എന്താണ് കാരണം എന്ന് പറയണം. എ ബിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 50 ആയതുകൊണ്ട് എ ഡിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 50 ആയിരിക്കും എന്ന് പറയാനുള്ള കാരണം, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നു എ ബിയും എ ഡിയും ഈക്വൽ ആണ്. അതുപോലെ ബി സിയും സി ഡിയും ഈക്വൽ ആണ്. നമുക്കറിയാം തേർഡ് സൈഡ്, തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു, തേർഡ് സൈഡ് രണ്ടിനും ഈക്വൽ ആണ്, രണ്ടിനും സെയിം സൈഡ് ആണ്. അപ്പൊ ഈ ഒന്നാമത്തെ എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ 3 സൈഡും എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ 3 സൈഡിനും ഈക്വൽ ആണ്. അതായത് സൈഡ്സ് എല്ലാം ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഈക്വൽ ആയിരിക്കുമെന്ന് നമ്മൾ കണ്ടു. അപ്പം ഇവിടെ എ ബിയുടെ ഓപ്പോസിറ്റ് 50 ആയതുകൊണ്ട് എ ബിക്ക് ഈക്വൽ ആയി വരുന്ന സൈഡ് എ ഡി ആണ്, അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളും 50 ആയിരിക്കും. ഇനി ഇവിടെ സി ഡിയുടെ ഓപ്പോസിറ്റ് 30 ആയതുകൊണ്ട് അതിന് തുല്യമായ സൈഡ് ബി സി ആണ്, അതിന് ഓപ്പോസിറ്റ് ഉള്ളതും 30 ആയിരിക്കും എന്ന് കിട്ടും. ഇനി ഇത് 30യും ഇത് 50യും ആയതുകൊണ്ട് ഇത് നമുക്കറിയാം 180 മൈനസ് 80, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 80 ഡിഗ്രിയാണ് കിട്ടുക. 180 മൈനസ് 80 ഇത് 100 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെയും ഈ 30യും 50യും കഴിഞ്ഞാൽ 100 ഡിഗ്രി ആയിരിക്കും കിട്ടുക. അപ്പൊ ഓരോ ട്രയാങ്കിളിന്റെയും ഇവിടെ കമ്പ്യൂട്ട് ഓൾ ദി ആംഗിൾസ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആംഗിൾ എ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി, രണ്ടും കൂടെ കൂട്ടിയാൽ ആംഗിൾ എ കിട്ടും. ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 100 ഡിഗ്രി. ആംഗിൾ സി ഇസ് ഈക്വൽ ടു 100 ഡിഗ്രി. ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 100 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ക്വാഡ്രിലാറ്ററലിന്റെ 4 ആംഗിൾ നമുക്ക് ഇങ്ങനെ കണ്ടെത്താൻ കഴിയും. ഇന്ന് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.